drink and be merry, tomorrow you may die. This is the Epicurean principle. But there are some beliefs in the society which prevent us from enjoying all the pleasures. Here we are discussing such a topic on getting up on cold mornings by Leigh Hunt. Leigh Hunt was a famous British poet, critic, journalist, essayist and editor, and he was the pioneer of familiar essays and was a contemporary of Charles Lamb and Hazlitt. വില്യം ഹാസ്ലിറ്റ് അതേപോലെ ചാൾസ് ലാംബ് തുടങ്ങിയവരുടെ സമകാലീനനായ ലേയ് ഹണ്ടിൻ്റെ ഓൺ ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ് എന്ന എസ്സേ ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇറ്റ് വാസ് സോ ഹാപ്പി ടു ലൈവ് ഓൺ ബെഡ് ഓൺ കോൾഡ് മോർണിംഗ്സ്. നമുക്കറിയാം, നല്ല മഴയുള്ള സമയം, വിൻ്റർ സീസൺ അല്ലെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ നല്ല തണുത്ത പ്രഭാതത്തിൽ മൂടി പൊതച്ച് കിടന്നുറങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആൻഡ് നോ വൺ ഈസ് റെഡി ടു ഗെറ്റ് അപ്പ് ഇൻ സച്ച് സിറ്റുവേഷൻസ് അറ്റ് ആൻ ഏർലി ടൈം. അങ്ങനെയുള്ള അവസരത്തിൽ രാവിലെ എണീക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും വളരെ പ്രയാസമുള്ളതാണ്. കാരണം നല്ല വിൻ്റർ സീസണിൽ അല്ലെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ പുതച്ച് മൂടി കിടക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ഉറങ്ങുക എന്ന് പറയുന്നത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഇൻ ദിസ് എസ്സേ Leigh Hunt deals with the experience of one's reluctance to get up early in cold mornings in a more serious way. ഈ എസ്സേയിൽ ലേയ് ഹണ്ട് വിവരിക്കുന്നത് ഒരാൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അങ്ങനെയുള്ള ഒരു വിൻ്റർ സീസണിൽ എഴുന്നേൽക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഇറ്റ് ഈസ് ത്രൂ കമ്പൽഷൻ ഓർ സം പ്രഷേഴ്സ് ദാറ്റ് വി ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്. അങ്ങനെയുള്ള പ്രഭാതത്തിൽ നമ്മൾ എണീക്കുന്നത് ഒന്നുകിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ട്, അമ്മയൊക്കെ വന്ന് മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് എണീപ്പിക്കും, പരീക്ഷ ടൈം ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ബാഹ്യശക്തികളുടെ പ്രേരണയാൽ മാത്രമേ നമ്മൾ അങ്ങനെ എഴുന്നേൽക്കുകയുള്ളൂ, അല്ലാതെ നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ അങ്ങനെ എഴുന്നേൽക്കാറില്ല. ആൻഡ് ഹി കോൾസ് ദി സഡൻ ട്രാൻസിഷൻ ഫ്രം വാംത്ത് ടു കോൾഡ്നെസ് ആസ് എ ഹെല്ലിഷ് ടോർച്ചർ. ഇനി അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ഒരു വാംത്തിൽ നമ്മൾ കിടക്കുന്ന സമയത്ത്, നല്ല മൂടി പൊതിച്ച് നല്ല സുഖമായിട്ട് കിടക്കുന്ന സമയത്ത് അവിടുന്ന് എഴുന്നേറ്റ് വരിക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹെല്ലിഷ് ടോർച്ചർ, നരക തുല്യമായ ഒരു പീഡനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹി കമ്പയർസ് ദീസ് ടോർച്ചർ ടു ഹാർപ്പി ഫൂട്ടഡ് ഫെയറീസ് ഡ്രാഗിങ് ഔട്ട് ലോസ്റ്റ് സോൾസ് ഫ്രം ഫയർ ആൻഡ് ത്രസ്റ്റിംഗ് ദം ഇൻ ടു ഐസ്. അദ്ദേഹം ഈ ഒരു അവസ്ഥയെ കമ്പയർ ചെയ്യുന്നത് മരണപ്പെട്ട ആത്മാക്കൾ, അതായത് ആത്മാക്കളെ പ്രേതങ്ങൾ പിടിച്ചിട്ട് ഫയറിൽ നിന്നും, തീയിൽ കിടന്ന് പൊളയ്ക്കുന്ന അല്ലെങ്കിൽ തീക്ക്, നമ്മൾ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ചില ആത്മാക്കൾ നേരിട്ട് സ്വർഗത്തിൽ പോകും, മോശം കാര്യങ്ങൾ ദുഷ്ടപ്രവർത്തികൾ ചെയ്ത ആത്മാക്കൾ നരകത്തിലേക്ക് പോകും എന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ ഈ നരകത്തിലെത്തപ്പെട്ട ആത്മാക്കളെ ആ നരകത്തിൻ്റെ തീയിൽ നിന്ന്, ആ നരകത്തിലെത്തുന്ന സമയത്ത് അവിടെ തിളച്ച എണ്ണയിലും തീയിലും ഒക്കെ ഇട്ട് ചുട്ടെടുക്കും എന്നൊക്കെ പറയുന്ന കേൾക്കാം. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ അങ്ങനെയുള്ള ആത്മാക്കളെ തിളച്ച ആ തീയിൽ നിന്ന്, ആ ചുട്ടുപൊള്ളുന്ന തീയിൽ നിന്നും എടുത്ത് ഐസിലിട്ട പോലത്തെ പ്രതീതിയാണ് ഈ ഒരു സിറ്റുവേഷനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നു. ആൻഡ് ദ ഓതർ അക്യൂസസ് ദാറ്റ് ഇറ്റ് ഈസ് ദ സിന്നിങ് ഓഫ് ആദം ആൻഡ് ഈവ് ദാറ്റ് ബിക്കംസ് ദ റീസൺ ടു ഇറ്റ്. ഇനി അദ്ദേഹം പറയുന്നു, ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തണുത്ത കാലാവസ്ഥയിൽ നിന്നും, മൂടിപ്പൊതിച്ച് കിടന്ന് സ്വിച്ച് കിടക്കുന്ന ആ ഒരു കാലാവസ്ഥയിൽ നിന്നും വളരെ തണുപ്പിലേക്ക്, അങ്ങനെ ആ ഒരു എഴുന്നേൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് പണ്ട് ആദവും ഹവ്വയും തെറ്റു ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അതായത് അവരുടെ പാപത്തിൻ്റെ ഫലമായിട്ട്, ഫോർബിഡൻ ഫ്രൂട്ട്, വിലക്കപ്പെട്ട കനി തിന്ന് സ്വർഗത്തിൽ നിന്നും പർദീസയിൽ നിന്നും പുറത്തായ ആ ഒരു പ്രവൃത്തി കാരണമാണ് ഈ ഒരു മനുഷ്യന് ദുരിതം ഉണ്ടായത്. കാരണം ബിക്കോസ് ദർ വാസ് നോ സ്നോയി വിൻറ്റേഴ്സ് ബിഫോർ ദി സിന്നിങ്. ഈ ഒരു പാപത്തിന് മുൻപ് ഈ ഒരു വിൻ്റർ സീസൺ, മഞ്ഞു പൊഴിയുന്ന വിൻ്റർ സീസൺ ഉണ്ടായിരുന്നില്ല. അതല്ലാതെ നല്ല വാംത്ത് ടെമ്പറേച്ചർ ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വാം വെതർ ആയിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. ഈ ഒരു പാപത്തിന് ശേഷമാണ്, അതായത് ആദവും ഹവ ദേ ആർ ദി ഫസ്റ്റ് പാരൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് പീപ്പിൾ ഓൺ എർത്ത്. ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യരെന്ന് വിശ്വസിക്കപ്പെടുന്ന ആദവും ഹവയും ആദിമ മനുഷ്യരാണ്. അവരെ ദൈവം പർദീസയിലാക്കിയെന്നും ആ പർദീസയിലെ എല്ലാ മരങ്ങളിലെ പഴങ്ങളും പറിച്ച് തിന്നാം, പക്ഷേ നടുക്ക് നിൽക്കുന്ന ആ മരത്തിന്, ആ തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന മരത്തിലെ പഴം മാത്രം പറിച്ച് തിന്നാൻ പാടില്ല എന്നും അതിന് ഫോർബിഡൻ ഫ്രൂട്ട് എന്നറിയപ്പെടുന്നു. പക്ഷേ പിന്നീട് സർപ്പം, അതായത് സെയ്റ്റൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് ഹവ്വയെ പ്രേരിപ്പിക്കുന്നു, ടെംപ്റ്റ് ചെയ്യുന്നു.
ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മാലാഖയായിരുന്നു സെയ്റ്റൻ. ആ സെയ്റ്റനെ ആ ഒരു സ്വർഗത്തിലെ കലാപം കാരണം ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ആ സെയ്റ്റൻ ഹെല്ല് നരകം സ്ഥാപിക്കുകയും നരകത്തിൻ്റെ അധിപനായി വാഴുകയും ആ നരകത്തിലേക്ക് ആളെ കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഹവ്വയെ സമീപിക്കുന്നത്. ഹവ്വയോട് പറയുന്നു, നീ ഈ പഴം തിന്നുകയാണ് എങ്കിൽ ദൈവത്തെ പോലെയാകും. അപ്പോൾ ഹവ്വ പറയുന്നുണ്ട്, ഇത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പം സേറ്റൻ പറയുന്നത്, നീ ഈ പഴം തിന്നു കഴിഞ്ഞാൽ ദൈവത്തെ പോലെയാകും, അതുകൊണ്ടാണ് ദൈവം ഇത് തിന്നരുതെന്ന് പറഞ്ഞു. അങ്ങനെ പ്രലോഭനത്തിലൂടെ ഹവ്വ ആ പഴം തിന്നുന്നു, ആദത്തിനും കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു തെറ്റ് ചെയ്തതിലൂടെയാണ് ഈ വിൻ്റർ സീസൺ നമുക്ക് ലഭിച്ചത്. ആ ഒരു ശിക്ഷയുടെ ഫലമാണ് എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. ആൻഡ് ഓൺ ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ്സ് വിത്ത് കമ്പൽഷൻ ഇസ് ദി ഹെല്ലിഷ് ടോർച്ചർ. നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഒരു പ്രഭാതത്തിൽ രാവിലെ എണ്ണിക്കുക എന്ന് പറയുന്നത്, നല്ല തണുത്ത പ്രഭാതത്തിൽ രാവിലെ എണ്ണിക്കുക എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഹെല്ലിഷ് ടോർച്ചർ, ഒരു നരകതുല്യമായ പീഡനം തന്നെയാണ്. ആൻഡ് ദി ലേസി പീപ്പിൾ ആർ ആസ്ഡ് ടു അവോയ്ഡ് ഏർലി അവേക്കനിങ് ആൻഡ് ദ ആക്റ്റീവ് പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ടു റൈസ് ഏർലി. ഇനി ലേസി ആയിട്ടുള്ള ആളുകൾ, വളരെ മടിയന്മാരായിട്ടുള്ള ആളുകൾ, ദേ അവോയ്ഡ്, അവർ എന്താണ് എപ്പോഴും ഈ രാവിലെ എഴുന്നേൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. അത് മാക്സിമം അവർ ഒഴിവാക്കും. കാരണം ഒരു 7 മണി 8 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന രീതിയിലാണ് ലേസി പീപ്പിൾ. ആൻഡ് ദ ആക്റ്റീവ് പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ടു റൈസ് ഏർലി. അതേസമയം ആക്റ്റീവ് പീപ്പിൾ, വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകൾ, അതായത് ബിസിനസ്മാൻ അങ്ങനെയുള്ള ആളുകൾ, അവർ പറയാറുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നതാണ് നല്ലത്. അത് നമ്മുടെ സമൂഹത്തിലെ വിശ്വാസം തന്നെയാണ്. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് നേരത്തെ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അയാൾക്ക് ആരോഗ്യം ഉണ്ടാകും, അതേപോലെ സമ്പത്തുണ്ടാകും. അതോടൊപ്പം തന്നെ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്, അയാൾ ബുദ്ധിയുള്ള ആളായിരിക്കും. അയാൾക്ക് ബുദ്ധി ഉണർവും ഉണ്ടാകുന്ന ഒരു സമയമാണ് രാവിലെ എഴുന്നേറ്റ് നല്ല ഉറക്കം കിട്ടുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ നല്ല ഒരു വ്യക്തിയായിരിക്കും അയാളെന്ന വിശ്വാസം. ആൻഡ് in the second part, he puts forward clever and deceptive arguments in favor of laziness by quoting some examples and facts. പിന്നീട് അദ്ദേഹം ഈ ലേസിനെസ്സിനെ, അല്ലെങ്കിൽ ഈ ഒരു മടിയന്മാർ രാവിലെ എഴുന്നേൽക്കാത്തതിനെ ന്യായീകരിക്കുന്ന കുറേ കാരണങ്ങൾ പറയുന്നു. ആൻഡ് ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ്സ് ആൻഡ് ഷേവിങ്സ് ആർ പണിഷ്മെൻറ്റ്സ് ഗിവൺ ടു മാൻകൈൻഡ് ബൈ ഗോഡ്. അദ്ദേഹം പറയുന്നു, രാവിലെ എഴുന്നേറ്റ് ഷേവ് ചെയ്യുക എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് കൊടുത്ത ഒരു ശിക്ഷയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആദവും ഹവ്വയും ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് മനുഷ്യന് കിട്ടിയൊരു ശിക്ഷയാണ്. ആൻഡ് ബിഫോർ സിന്നിങ് ദേ ഹാഡ് നോ ഷോയി വിൻറ്റേഴ്സ് ഓർ ആദം വാസ് നോട്ട് കമ്പൽഡ് ടു ഷേവ്. ഈ ഒരു പാപം ചെയ്യുന്നതിന് മുൻപ് ആദത്തിന് രാവിലെ എണീറ്റ് ഷേവ് ചെയ്യേണ്ട അവസ്ഥയൊന്നും ഇല്ലായിരുന്നു. അതേപോലെ ഇങ്ങനെ ഒരു സ്നോയി വിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഞ്ഞ് വീഴുന്ന വിൻ്റർ സീസൺ, അങ്ങനെയുള്ള ഒരു അവസ്ഥയില്ലായിരുന്നു. And Leigh-Hunt sets himself as an example and describes how lazy people can avoid early rising. പിന്നീട് ലേഖണ്ട് തൻ്റെ തന്നെ ജീവിതത്തിലൂടെ എങ്ങനെ ലേസി പീപ്പിളിന് എങ്ങനെ ഈ ഒരു രാവിലെ എഴുന്നേൽക്കുന്നത് ഒഴിവാക്കാം എന്ന് പറയുന്നു. ഹി എൻക്വയർസ് ഓഫ് ദ കോൾഡ് വെദർ ഔട്ട്സൈഡ് ടു ഹിസ് സെർവൻറ്റ് ഹു ഇസ് റെഡി ടു വേക്ക് ഹിം അപ്പ്. ആദ്യം തന്നെ അദ്ദേഹത്തെ ഉണർത്താൻ വരുന്ന വേലക്കാരനോട്, സെർവൻറ്റിനോട്, നമ്മൾ നേരത്തെ പറഞ്ഞു, ആരുടെയെങ്കിലും കമ്പൽഷനിലൂടെ മാത്രമേ നമ്മൾ എഴുന്നേൽക്കുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഷേഴ്സ് ഉണ്ടാകണം, അതായത് ഇപ്പോൾ ടോയ്ലറ്റിൽ പോവുക, അങ്ങനെ എന്തെങ്കിലും പ്രഷറിലൂടെ മാത്രമേ നമ്മൾ എഴുന്നേൽക്കാൻ താല്പര്യപ്പെടുകയുള്ളൂ. അല്ലാതെ ഈ ഒരു തണുത്ത പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കാൻ ഇഷ്ടപ്പെടാറില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനെ വിളിച്ചുണർത്താൻ വരുന്ന സെർവൻറ്റിനോട് പുറത്തെ കാലാവസ്ഥയെക്കുറിച്ച് ചോദിക്കും. ആൻഡ് പിന്നീട് ചോദിക്കുന്നത്, ദെൻ ഹി കമാൻഡ്സ് ടു ബ്രിങ് ദ ആർട്ടിക്കിൾസ് ആൻഡ് ഡ്രസ്സസ് ആൻഡ് ഓൾസോ ഓർഡേഴ്സ് ഫോർ ഹോട്ട് വാട്ടർ ഫോർ ഷേവിങ്. പിന്നീട് ഇദ്ദേഹത്തോട് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുതരാൻ പറയും. ഷേവ് ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് ഷേവ് ചെയ്യണ്ടേ, അപ്പോൾ കുറച്ച് ചൂടുവെള്ളം വേണം, നല്ല തണുപ്പാണ്, അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് പറയും. അപ്പോൾ ഈ ഷേവ് ചെയ്യാനുള്ള സാധനങ്ങളും തോർത്തും അത് മുഖം തുടയ്ക്കാനുള്ള തോർത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചൂടുവെള്ളം, അപ്പോൾ നല്ല ചൂടാണ്, അത് കുറച്ച് നേരം തണുക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ വെക്കും. എന്നിട്ട് എന്താ അദ്ദേഹം പറയുന്നത്, ഹി ദെൻ കംപ്ലൈൻസ് ദാറ്റ് ദ വാട്ടർ ഈസ് ടു ഹോട്ട്. എക്സ്ക്യൂസുകൾ കണ്ടെത്തുന്നതാണ്. അപ്പോൾ എന്താണ്, ഈ വെള്ളം നല്ല ചൂടാണ്. ആൻഡ് ഹി നീഡ്സ് സം ടൈം ഫോർ ദ വാട്ടർ ടു കൂൾ ഡൗൺ. അദ്ദേഹത്തിന് കുറച്ച് സമയം വേണം, ഈ നല്ല ചൂടുള്ള വെള്ളം തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം. അതുകൊണ്ട് അത്രയും നേരം കൂടി അദ്ദേഹം അവിടെ കിടക്കും. ആൻഡ് അറ്റ് ലാസ്റ്റ് ഹി കനോട്ട് ഫൈൻഡ് എക്സ്ക്യൂസ് ആൻഡ് സോ ഗെറ്റ്സ് അപ്പ് ആൻഡ് ബിഗാൻ ടു ഷേവ്.
അങ്ങനെ അവസാനം നിവൃത്തിയില്ലാതെ വെള്ളം തണുത്തു, പിന്നെ വേറെ എക്സ്ക്യൂസ് പറയാനൊന്നുമില്ല, അങ്ങനെ അവസാനം എഴുന്നേക്കും, അങ്ങനെ ഷേവ് ചെയ്യും. ലേഹൺ ദെൻ റിവീൽസ് ആക്റ്റീവ് പീപ്പിൾസ് മോട്ടിവേഷൻ ഇൻ ഗെറ്റിംഗ് അപ്പ് ഏർലി. ഇനി അദ്ദേഹം ആക്റ്റീവ് പീപ്പിൾ എന്തുകൊണ്ടാണ്, ഈ വളരെ ഊർജ്ജസ്വലരായ ആളുകൾ എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് എന്ന കാരണങ്ങൾ പറയുന്നു. ബിസിനസ് മെൻ ലവ് മണി മോർ ദാൻ കംഫർട്ട്. ബിസിനസ്സുകാരാണ് രാവിലെ എഴുന്നേൽക്കുക, ബിസിനസ്സുകാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അവർ രാവിലെ എഴുന്നേൽക്കും. കാരണം എന്താണ്? ലേഖണ്ട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദേ ലവ് മണി മോർ ദാൻ കംഫർട്ട്. അവർക്ക് ആ ഒരു സുഖത്തേക്കാൾ കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നത് പണമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ അവർ രാവിലെ എഴുന്നേൽക്കും. ആൻഡ് സം പീപ്പിൾ മേ ബി സ്ലേവ് ടു ഡെയിലി റൊട്ടീൻസ്. ചില ആളുകൾ എല്ലാ ദിവസവും ഇത് ചെയ്തത് തന്നെയല്ലേ. കാരണം ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ അതൊരു റുട്ടീനായി മാറും, നമ്മുടെ ഒരു സ്ഥിരം ഒരു പതിവായി മാറും. അത് അങ്ങനെ പതിവായി മാറുന്ന സമയത്ത് അത് നമുക്ക് ഇപ്പോൾ 5 മണിക്ക് സ്ഥിരം എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ അടുത്ത ദിവസം 5 മണിക്ക് തന്നെ എഴുന്നേൽക്കും. അപ്പോൾ ആ ബയോളജിക്കൽ ക്ലോക്കിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ നമ്മൾ വി ബിക്കം സ്ലേവ് ടു ഡെയിലി റുട്ടീൻ. ഓർ മേ ബി മെഷീൻസ് ലൈക്ക് ബാരോമീറ്റർ ടു മെയിൻറ്റെയിൻ ദെയർ പ്രൈഡ്. പിന്നീട് ചില ആളുകൾ ഒരു മെഷീന് പോലെയാണ്, ദേ വോണ്ട് ടു മെയിൻറ്റെയിൻ ദെയർ പ്രൈഡ്. കാരണം ഇന്ന് 5 മണിക്ക് എണീറ്റു, നാളെ 7 മണിക്ക് എണീറ്റു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അതൊരു മോശമാണ്, മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ. ആൻഡ് ഹി ആർഗ്യൂസ് ദാറ്റ് ഷേവിംഗ് ഈസ് എ വില്ലനസ് കസ്റ്റം ആസ് ദി കോൾഡ് റേസർ ഈസ് ദി കോൺട്രാസ്റ്റ് ടു വാട്ട്. ഇനി അദ്ദേഹം പറയുന്നു, ഈ ഷേവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പൈശാചികമായ ഒരു പ്രവൃത്തിയാണ്. കാരണം ആ ഷേവിങ് സെറ്റിൻ്റെ ആ റേസറിന് നല്ല തണുപ്പാണ്, അതോടൊപ്പം തന്നെ അന്തരീക്ഷവും തണുപ്പാണ്. അപ്പോൾ ആ ഒരു ഡബിൾ തണുപ്പ് കയറുന്ന സമയത്ത് അതൊരു ഹെല്ലിഷ് ടോർച്ചറായി മാറുന്നു. ആൻഡ് ഈവൻ ക്വീൻ ഇലൈന ഡിവോഴ്സ്ഡ് ഹർ ഹസ്ബൻഡ് കിങ് ലൂയിസ് ഓഫ് ഫ്രാൻസ് ആസ് ഹി ഹാഡ് ഷേവ്ഡ് ഹിസ് ബിയർഡ്. പിന്നീട് അദ്ദേഹം മറ്റൊരു എക്സ്ക്യൂസ് കണ്ടെത്തുന്നത്, ക്വീൻ എലീനർ ഫ്രാൻസിലെ കിങ് ലൂയിസിൻ്റെ ഭാര്യയാണ്. അവർ ആ രാജാവിനെ, അതായത് കിങ് ലൂയിസ് രാജാവിനെ ഡിവോഴ്സ് ചെയ്തു. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ താടി വടിച്ച് കളഞ്ഞു, ഷേവ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ഹി സീസ് ദാറ്റ് ഇറ്റ് ആഡ്സ് ഇംപ്രസീവ് ഓർ ഇംപ്രഷൻ ടു മെൻ. കാരണം ഈ താടി അല്ലെങ്കിൽ ഈ ഷേവ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ ആണുങ്ങൾക്ക് ഒരു ഇംപ്രസീവ് നേച്ചർ കൊടുക്കുന്നു. അവരെ ഇഷ്ടപ്പെടാൻ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അവർക്ക് ഈ താടിയും മീശയും ഒക്കെ അവർക്ക് നല്ലതാണ്. അതുകൊണ്ട് ഈ ക്വീൻ എലൈനർ ഡിവോഴ്സ് ചെയ്യാൻ കാരണം ഈ രാജാവ് അയാളുടെ താടി വടിച്ചു കളഞ്ഞതാണെന്നാണ്. ആൻഡ് ലേഹണ്ട് അഗെയിൻ സീസ് ദാറ്റ് ദ ഫേമസ് പോയറ്റ് തോംസൺ യൂസ്ഡ് ടു വേക്ക് അപ്പ് അറ്റ് noon, though he accuses a man getting so late. പിന്നീട് പറയുന്നു, തോംസൺ എന്ന കവി, അദ്ദേഹം ഏകദേശം ഉച്ച സമയത്തൊക്കെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ലേറ്റ് മോർണിംഗിൽ എഴുന്നേൽക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ചിലപ്പോൾ ഒക്കെ ഉച്ചയൊക്കെ ആവും. അങ്ങനെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണ് തോംസൺ. ആൻഡ് നോ വൺ കുഡ് റെഫ്യൂസ് ദ പ്ലേഷർ ഓഫ് ലേറ്റ് റൈസിങ് ഇൻ കോൾഡ് മോർണിംഗ്സ്. നല്ല തണുത്ത പ്രഭാതത്തിൽ ആർക്കും ഇഷ്ടമാകില്ല, കാരണം രാവിലെ എഴുന്നേൽക്കാനൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. നേരത്തെ പറഞ്ഞു തന്നെയാണ്. ആൻഡ് ദർ ഈസ് എ സേയിങ് ദാറ്റ് ഏർലി റൈസിങ് ഇംപ്രൂവ്സ് ഹെൽത്ത്, ബട്ട് ലേഖൺ സീസ് ദാറ്റ് ദർ ഈസ് നോ പ്രൂഫ് ടു ഇറ്റ്. പിന്നീട് മറ്റൊരു വിശ്വാസം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റാൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും എന്നുള്ളതാണ്. ലേഖണ്ട് പറയുന്നു അതിന് ഒരു തെളിവുമില്ല. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ഹൗവർ സഡൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ത്രൂ early rising may bring shock to the body and can bring good health. ഒരു പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, കാരണം നല്ല സുഖിച്ച് കിടന്നുറങ്ങുന്ന കാലാവസ്ഥയിൽ നിന്ന് കോൾഡ് ടെമ്പറേച്ചറിലേക്ക് എഴുന്നേൽക്കുകയാണ്, അന്നേരം നമ്മുടെ ബോഡിക്കൊരു ഷോക്കാവും അത്. കാരണം അത്ര നേരം സുഖിച്ച് കിടന്നിട്ട് പെട്ടെന്നൊരു ഷോക്കാകുന്ന സമയത്ത് നമ്മളുടെ ബോഡി ആ ഒരു ഷോക്കിന്, ആ ഒരു ഞെട്ടലിൽ നിന്നും ഒരു നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. കാരണം നമ്മൾ പറയാറുണ്ട് ബോഡി തന്നെ ഹീൽ ചെയ്യുമെന്ന്. നമ്മുടെ ബോഡിക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് രോഗം വന്നു കഴിഞ്ഞാൽ ദ ബോഡി ക്യാൻ റീഗെയിൻ ദ ഹെൽത്ത്. ആ ശരീരത്തിന് മരുന്നില്ലാതെ തന്നെ ശരീരം അതിനെ പ്രതിരോധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയും ആ ഒരു രോഗശാന്തി ഉണ്ടാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇവിടെയും നല്ല സുഖമുള്ള പ്രഭാതത്തിൽ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ആ ഒരു തണുത്ത ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് ശരീരം തന്നെ ആ ഒരു മെയിൻ്റെനൻസ് ലെവൽ നിലനിർത്തും. അതേപോലെ തന്നെ അന്നേരം ആ ഒരു ബോഡിക്കൊരു ഷോക്ക് കിട്ടും. ആ ഷോക്കിലൂടെ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും.
അതായത് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ചെറുപ്പത്തിൽ ഫിറ്റ്സ് വന്ന കുട്ടികൾക്കൊക്കെ ആ ഒരു ഷോക്കിലൂടെ പിന്നീട് ബ്രെയിൻ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു റീസൺ ആണ് ഇവിടെയും പറയുന്നത്. ആൻഡ് ദർ ഈസ് ഓൾസോ അനദർ ബിലീഫ് ദാറ്റ് ഇയർലി റൈസിങ് ഇൻക്രീസസ് ലോഞ്ചിവിറ്റി ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ് മേ ബി ട്രൂ. പിന്നീട് മറ്റൊന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് ദർ ഇസ് ലോഞ്ചിവിറ്റി ഓഫ് ലൈഫ്. ആ ലോഞ്ചിവിറ്റി മീൻസ് ജീവിതത്തിൻ്റെ നീളം കൂടും, അല്ലെങ്കിൽ ജീവിത ദൈർഘ്യം കൂടുന്നുണ്ട്. കുറേ കാലം അവർ ജീവിച്ചിരിക്കും, കാരണം നല്ല ആരോഗ്യം അവർക്കുണ്ടാവും. അതേപോലെ തന്നെ അവർ കുറേ നാൾ ജീവിച്ചിരിക്കാനുള്ള ഒരു ചാൻസും ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ട്രൂ, അത് സത്യം തന്നെയാണ്. ബട്ട് ഇറ്റ് മേ നോട്ട് മീൻ ദാറ്റ് ലോങ് തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. പക്ഷേ ഈ ദീർഘമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നീണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ദീർഘമായ കാര്യങ്ങളൊക്കെ മനോഹരമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. അതായത് ഫോർ എക്സാമ്പിൾ അദ്ദേഹം അതിന് പറയുന്നത് ഹോൾബോൺ ഈസ് ദി ലോങ്ങസ്റ്റ് സ്ട്രീറ്റ് ഇൻ ലണ്ടൻ ബട്ട് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലെങ്ത്. ഇതിൽ ഹോൾബോൺ എന്ന സ്ട്രീറ്റാണ് ലണ്ടനിലെ ഏറ്റവും വലിയ സ്ട്രീറ്റ്. പക്ഷേ അത് മനോഹരമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം അതിൻ്റെ നീളം കൊണ്ട് അത് മനോഹരമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചെറിയ സ്ട്രീറ്റുകൾ ഉണ്ടാകും, അതൊക്കെ വളരെ മനോഹരമായിരിക്കും. ഈ ഹോൾബോണിനേക്കാൾ മനോഹരമായിരിക്കും. അതുകൊണ്ട് ഒരു സംഭവം ദൈർഘ്യമുണ്ട് അല്ലെങ്കിൽ നീളമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതാണ് മനോഹരമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ സിമിലർലി എ ഷോർട്ട് ലൈഫ് വിത്ത് ജോയ്സ് and the late rising may be better than a long life with the sufferings of early rising. ഇനി അദ്ദേഹം പറയുന്നത് ഇതേപോലെ തന്നെ ഒരു ദീർഘമായ കാര്യങ്ങൾ മനോഹരമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതേപോലെ ചെറിയ ജീവിതം അത് എൻജോയ് ചെയ്ത് കുറച്ച് ജീവിതമേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു ജീവിതമാണ് നമ്മുടെ ജീവിതം, അത് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആ ജീവിതമാണ് ഏറ്റവും നല്ലത്. ആളുകളുടെ റുട്ടീനായി മാറുന്നു. അതായത് രാവിലെ എഴുന്നേൽക്കുക, രാവിലെ ആവുന്നു, ഉച്ചയാവുന്നു, വൈകിട്ടാവുന്നു, വീണ്ടും രാത്രി, രാവിലെ, ഉച്ച, അങ്ങനെ ആ ഒരു റുട്ടീൻ അങ്ങനെ പോകുന്നു. എന്തിനാണ് രാവിലെ എഴുന്നേൽക്കുന്നത് എന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്, ആ ലക്ഷ്യബോധമില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് കുറേ നാൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ജീവിച്ചിരുന്നിട്ട് വേറെ കാര്യമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ലൈഫിനേക്കാൾ നല്ലത് ഷോർട്ട് ലൈഫ് വിത്ത് എൻജോയ്മെൻറ്റ് ആൻഡ് പ്ലെഷർ, അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹിയർ ഇൻ ദിസ് എസ്സേ ഹി ജസ്റ്റിഫൈസ് ദ പ്ലെഷർ ഓഫ് റൈസിങ് ലേറ്റ്ലി. ഇവിടെ അദ്ദേഹം പറയുന്നത് താമസിച്ചെഴുന്നേൽക്കുക, അതായത് നല്ല കോൾഡ് പ്രഭാതം, തണുത്ത പ്രഭാതത്തിൽ കുറച്ച് നേരം കിടന്നുറങ്ങി എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതേസമയം തന്നെ എക്സ്ക്യൂസുകളും കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയാറുണ്ട് കുറേ വിശ്വാസങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി ടുമോറോ യു മേ ഡൈ, എപ്പിക്യൂറിയൻ ഫിലോസഫിയാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ഒരു പക്ഷേ നമ്മൾ മരിച്ചു പോകാം. അത്രത്തോളം നൈമിഷികമായ ജീവിതത്തിൽ ലിവ് ഇൻ ദ പ്രസൻറ്റ്, ജീവിതത്തിൽ അന്നന്ന് ജീവിക്കുക, ആ ഒരു സന്ദേശവും നമുക്ക് ഈ ഒരു എസ്സേയിൽ കാണാൻ സാധിക്കും. These are the main points. Hope you enjoyed it. Thank you.